അല്ല, വർമ്മ സാർ ഓഫീസിലേക്ക് പോയോ? ഏട്ടൻ നേരത്തെ പോയി. ആ, രാജു വരുന്ന ഒരു പ്രതീക്ഷയും ഏട്ടനില്ലല്ലോ. രാജുവിനെല്ലാം തലതിരിഞ്ഞാന്ന് ഏട്ടൻ അറിയില്ലല്ലോ. ഈ യാമിനി മേഡവും ശേഖരൻ സാറും കൂടി എന്നെ കളിയാക്കാണോ? ഞങ്ങൾ കളിയാക്കിയതല്ല, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നതല്ലേ. പണ്ടേ രാജു ഈ കുടുംബത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. ഇപ്പോ അത് മാത്രല്ല, ഞങ്ങളുടെ മരുമകനും കൂടിയാ. മരുമകനാകുമ്പോ നീ കുറെ കൂടി ഞങ്ങളുടെ സ്വന്തമല്ലേ. എന്റെ അഭിപ്രായം പറഞ്ഞ രാജു ചേട്ടനോട് പറഞ്ഞ കുറച്ച് ദിവസം ലീവ് എടുക്കണം. അയ്യോ, കുറഞ്ഞ ഒരു 15 ദിവസമെങ്കിലും. എന്നിട്ട് നിങ്ങളൊരു ടൂറിന് പോ. മലേഷ്യയോ സിംഗപ്പൂരോ ജോർജിയയോ എവിടാണെന്ന് പറഞ്ഞാ മതി. മോളോട് കൂടി ചോദിച്ച് തീരുമാനിക്ക്. ട്രിപ്പ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആഹാ, പുതുമണവാളൻ വന്നോ? അല്ല, മണവാട്ടിയെ കൊണ്ടുവന്നില്ലേ? അതെ, ഇയാള് കല്യാണം കഴിക്കുമെന്ന് കരുതി ചതിക്കപ്പെട്ട മറ്റു പെണ്ണില്ലേ? എന്താ അവളുടെ പേര്? രമ്യ. ആ, അവളിവിടെ പലവട്ടം വന്നിട്ടുള്ളവളല്ലേ. പിന്നെ ഈ കഴിഞ്ഞ ഓണാഘോഷത്തിനും വന്നു. ആ, അതെ അതെ, രമ്യ. അല്ല, അവക്ക് വട്ടായി പോയെന്ന് കേട്ടല്ലോടെ രാജു, നേരാണോ? അവൾക്ക് വട്ടാണെന്നൊന്നും എനിക്കറിയില്ല മേഡം. ഞാൻ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല പോയി ചികിത്സിക്കാൻ. പിന്നെ ഞാൻ രമ്യയെ പ്രേമിച്ചിട്ടുമില്ല, കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുത്തിട്ടുമില്ല. എന്നെ അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചത് വേറെ ചില ആളുകളല്ലേ. എനിക്കതിലെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവൾക്ക് വട്ടായി പോയെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കട്ടെ. അവൾക്കതിന് ബോധം ഇല്ലെങ്കിൽ അവളുടെ കാര്യത്തില് സങ്കടമുള്ള പലരും ഉണ്ടല്ലോ, അവര് കൊണ്ടുപോട്ടെ. അതല്ലേ ശേഖരൻ സാറേ അതിന്റെ ഒരു ശരി. പിന്നെ ദാറ്റ്സ് റൈറ്റ്. ആ, എന്നാ ഞാൻ ഇറങ്ങുക. എല്ലാരും കൂടി എന്നെ കളിയാക്കാൻ നോക്കുവായിരുന്നല്ലേ? ചേച്ചിയും മോനും കളിയാക്കാൻ നോക്കിയത് രാജുവിനെയാ. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിയ കൊള്ളാം. രാജു ഇപ്പൊ പഴയ രാജു അല്ല, പ്രതാപ് വർമ്മയുടെ മരുമകനാ. അതായത് നമ്മുടെയും മരുമകൻ.